ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ. നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നില്ലേ അത്. അപ്പം മൂന്നാല് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പം ചിപ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് ഈ പച്ചക്കായ ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നതല്ല കേട്ടോ. ഷുഗർ കുറയാനൊക്കെ നല്ലതാണ്, ഷുഗർ ഉള്ളവർക്കൊക്കെ. അപ്പോൾ ഇവിടെ അച്ഛൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അച്ഛന്. അപ്പോൾ അങ്ങനെ ഷുഗർ കഴിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ 4 പീസായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറ നമ്മുടെ കയ്യെ പറ്റി കിട്ടും. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ട് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊക്കോളും. അപ്പം ഞാനതൊരു മുറത്തിലേക്ക് അതിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം ഒന്ന് എന്താ പറയുക മാറ്റി കളയാണ്. അപ്പോൾ ഇത് എന്താ പറയുക ഈസി ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ അത് പൊളിഞ്ഞ് പോരാനൊക്കെ ഒരു പാടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ കേട്ടോ തോന്നിയത്. ഞാൻ വെച്ചിട്ട് അങ്ങനെ തോന്നി. അപ്പോൾ ഞാനതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് ഉപ്പ് വെള്ളം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് അതിനകത്തേക്ക് കേട്ടോ ഞാൻ ഈ വാഴയ്ക്ക ഇട്ടത്. ഇനി അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കട്ടി കുറച്ച് അരിയണം കേട്ടോ. ഒരുപാട് കട്ടി കൂടിപ്പോയാലും ശരിയാവില്ല. അപ്പോൾ ഉള്ളൊന്നും വേകാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. ഏട്ടനൊക്കെ ഇഷ്ടമാണ് ചിപ്സ്. പിന്നെ എന്താ പറയുക, നമുക്ക് പിന്നെ ഈസിയാണല്ലോ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ. നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പം ഞാനങ്ങനെ കേട്ടോ. ഇപ്പം ഞാൻ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ചെറിയ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. പൊന്നൂസ് എൻ്റെ കളിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ സ്റ്റാൻഡ് വെച്ചപ്പോൾ അവളത് ഇടയ്ക്കൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ശരിയാക്കിയൊക്കെ വെച്ച് അവളോട് വർത്താനമൊക്കെ പറഞ്ഞാട്ടോ ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് പാം ഓയിലിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇതിൽ റിഫൈൻഡിൽ ഉണ്ടാക്കാം, പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതും അടിപൊളിയാണ്. അപ്പോൾ ഞാനിപ്പം പാം ഓയിലിനകത്താണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതും അടിപൊളിയാട്ടോ. ടേസ്റ്റ് കുറവൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ അത് എണ്ണ ചൂടായൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതായാലും ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അപ്പം എന്താ പറയുക, ഒട്ടിപ്പിടിക്കും. എല്ലാം കൂടി ഇങ്ങനെ കട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ആദ്യം അങ്ങനെയൊന്നും പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണയിൽ മുങ്ങി കിടന്ന് വറുക്കുന്ന കേട്ടോ കുറച്ചും കൂടെ ഒരിത്. അപ്പം എന്താ പറയുക, നല്ലൊരു ഇതായിരിക്കും. പക്ഷെ ഞാൻ അത്ര എണ്ണ ഒഴിച്ചിട്ടില്ല. അങ്ങനെ എത്ര എണ്ണ എന്താ പറയുക ഒഴിച്ചില്ലെങ്കിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു.
അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ കുറച്ച് ഇത് വറുത്ത കേട്ടോ. അപ്പം ഒരു കുറച്ച് ഞാൻ പുന്നൂസിനെടുത്ത് കൊടുത്തു. പുന്നൂസ് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും കൂടെ ഇന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയാണ്. എന്താ പറയുക, അങ്ങനെ പറയാൻ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വറുത്ത് കഴിഞ്ഞു. ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ എല്ലാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് ഒരുപാട് കരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കരിഞ്ഞില്ല. അപ്പോൾ നല്ല എന്താ പറയുക, അത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് കേട്ടോ. അപ്പോൾ പുന്നൂസ് അത് കുറച്ച് നിന്നിട്ട് അത് പിന്നെ അവൾ കളയാൻ വേണ്ടി തുടങ്ങുന്നത്, പിന്നെ എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല അവളെ. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എന്തുണ്ടോ നല്ല എന്താ പറയുക, നമ്മളിങ്ങനെ ഒടിക്കുമ്പോഴത്തേക്ക് ഒടിഞ്ഞു പോരുന്നു കേട്ടോ. ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കട്ടിയില്ലാത്തതുകൊണ്ട് അപ്പം അങ്ങനെ നമുക്കൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഒരുപാട് കട്ടിയായാലും നമുക്കങ്ങനെ കിട്ടില്ല. നമുക്കങ്ങനെ ഒടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒടിഞ്ഞ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.